ഓഗസ്റ്റ് 1 പുലർച്ചെ നാം കേട്ട വാർത്ത വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. 400-ലധികം വീടുകളിലാണ് ഈരാറ്റുപേട്ട നഗരത്തിൽ ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും നാശനഷ്ടമുണ്ടായത്. പ്രിയമുള്ളവരെ, ഈരാറ്റുപേട്ടയിലാണുള്ളത്. നമുക്കറിയാം, ഓഗസ്റ്റ് 1 ഈരാറ്റുപേട്ട കണ്ടതിൽ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായി. ഒരുപാട് വീടുകളിൽ പ്രയാസമുണ്ടായി. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി, സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. അതിൻ്റേതായ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ക്ലീനിങ്ങും അതേപോലെ സഹായത്തിനും റെസ്ക്യൂ ആയിട്ടും കുറേ സഹായങ്ങൾ ചെയ്യാനും ബാക്കിയുണ്ട്. അപ്പോൾ ആ പ്രവർത്തനത്തിലാണ് നമ്മൾ ഓരോ ആളുകളുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ VP നാസർ സാറിനെ കാണാൻ പോകുന്നുണ്ട്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് അക്യുപഞ്ചേഴ്സ് പ്രാക്ടീസ് അസോസിയേഷൻ്റെ സംഘടനയുടെ ഭാരവാഹികളാണ്. ഇവർ റൈറ്റ് ഹാൻഡ് എന്ന ഒരു സംഘടന ചാരിറ്റിയായിട്ടും റെസ്ക്യൂ പ്രവർത്തനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ തന്നെ ഈരാറ്റുപേട്ടക്കാർ മാത്രമല്ല, അവർ തൃശ്ശൂരും അതുപോലെ തന്നെ ആലപ്പുഴയും എറണാകുളവും മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെയുള്ള പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. ഇവരെല്ലാം അക്യുപഞ്ചർ ചികിത്സാ രംഗത്ത് നന്നായി പ്രാക്ടീസ് ചെയ്ത ചികിത്സാ സംവിധാനത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ആരോഗ്യം ഒരു പ്രധാന ഘടകമായി കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ ഇങ്ങോട്ട് ഓടി വന്നു ആവശ്യമായ സഹായങ്ങൾ ഈ നാടിന് നൽകിയെന്നാണ് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ്. അക്യുപഞ്ചറിസ്റ്റുകളുടെ സന്നദ്ധ സംഘടനയായ റൈറ്റ് ഹാൻഡിൻ്റെ വളണ്ടർമാർ വളരെ ക്രിയാത്മകമായി ഇടപെട്ടു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ സാറുടെ സഹകരണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അംഗൻവാടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനും അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് വളണ്ടിയേഴ്സ് നടത്തിയ വലിയ ഒരു പ്രവർത്തനം, അതിന് ഞാൻ പ്രശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ചില വീടുകളിൽ ഇനിയും ക്ലീനിങ് ബാക്കിയുണ്ട്. ആ വീടുകളിലേക്ക് ക്ലീനിങ് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് റൈറ്റ് ഹാൻഡ് ടീം അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. വളരെയധികം ആവശ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. സമയ സംഘടനകൾ വളരെ സജീവമായി ഇവിടെയുണ്ട്. എങ്കിൽ പോലും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആളുകൾക്ക് ആവശ്യമുള്ള ആളുകളുടെ അടുക്കിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ഘട്ടത്തിലാണ്. അതേപോലെ ചില അംഗനവാടികളിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില വീടുകളിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്ഷ്യക്കിറ്റുകൾ. അപ്പോൾ നമ്മളൊരു ടീമായി കേരളത്തിലെ മുഴുവൻ അക്യുപങ്ചറിസ്റ്റുകളും അണിനിരക്കുന്ന എല്ലാവരുടെയും കുറച്ചുള്ള സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ചിട്ട് സാമ്പത്തികമായും അല്ലാതെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി, റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ക്ലീനിങ് പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അക്യുപഞ്ചറിസ്റ്റ് സുധീർ സാറ് എൻ്റെ ചിരകാല സുഹൃത്താണ്. അദ്ദേഹം ഈ എൻ്റെ സ്ഥാപനത്തിൽ ദയനീയ സ്ഥിതി കാണുകയും അദ്ദേഹത്തിൻ്റെ ടീം റൈറ്റ് ഹാൻഡ് അക്യുപഞ്ചറിസ്റ്റ് റെസ്ക്യൂ ടീം എന്ന റെസ്ക്യൂ ടീം വന്നിട്ടാണ് ഒരു കച്ചവട സ്ഥാപനവും ഈരാറ്റുപേട്ട വട്ടക്കയം ഭാഗത്ത്, പിന്നെ അതുപോലെ ഒരു റഫീഖ എന്ന ഒരു സഹോദരിയുടെ ഒരു വീടും, അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഫുൾ വർക്കായിരുന്നു. രാവിലെ 8 മണി തൊട്ട് ഏതാണ്ട് തുടങ്ങിയ വർക്കായിരുന്നു. ഇന്ന് ഈ സമയത്താണ് ഇപ്പോഴാണ് അവസാനിച്ചത്. ഞാൻ അവരെ പറഞ്ഞു പിന്തിരിപ്പിച്ചു, കാരണം എൻ്റെ അല്ലേ ഞാൻ സൗകര്യം പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും വളരെ ആവേശത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തി, ദൈവത്തിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇതുപോലെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പ്രവർത്തനം ഇവിടെ കഴിഞ്ഞിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ മുമ്പോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി വെക്കണം. കുറേ ആളുകളുടെ കച്ചവടം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയും പ്ലാനിങ്ങും റൈറ്റ് ഹാൻഡിൻ്റെ അണ്ടറിൽ അൽഹംദുലില്ലാഹ് നടക്കുകയാണ്. ഇനിയും ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അഥവാ ഏതെങ്കിലും കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് വളണ്ടിയേഴ്സ് ഇനിയും ഇതേപോലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് ഉണർത്തുന്നു. താങ്ക് യു.